കാണുന്ന ടൈപ്പ് കോമഡിയും ഡാർക്ക് കോമഡിയും ഹിസ്റ്ററിയൊക്കെ ആയിട്ട് പുതിയൊരു സംവിധായകൻ ശ്രീരാജ്. എവിടെ ശ്രീരാജ്? ഫസ്റ്റ് ഷോപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല റെസ്പോൺസ് വരും. അപ്പം നമ്മൾ അടുത്ത പുറത്ത് തിയേറ്ററിലൊക്കെ പോയാണ് വിശ്വസിക്കുന്നത്. വളരെ സന്തോഷം. ഒരുപാട് കാലത്ത് ഒരു കാത്തിരിപ്പാട് ദിവസം വളരെ സന്തോഷം. ആ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് എക്സൈറ്റഡ് ആയിരുന്നു. സ്ഥിരം പോലീസുകാരനല്ല, വേറെ ടൈപ്പ് പോലീസുകാരനല്ല. സൗദിക്ക് വേറെ പൊളിയായിരുന്നു. എല്ലാവരും പുതിയ രീതിയിലുള്ള ഈ കാലിലൊക്കെ പ്രശ്നമുള്ള രീതിയിൽ അദ്ദേഹത്തിനൊരു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല? താങ്ക് യു താങ്ക് യു താങ്ക് യു. മേഡം പടം എങ്ങനെയാണ്? നല്ല പടം. മേഡം പടം എങ്ങനെയാണ്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് പ്രാവിൻകുടി ഷാപ്പ്? നല്ല പടമാണ്, നല്ല ഡയറക്ഷനാണ്, എല്ലാവരും നന്നായി ഓക്കെ. നല്ല പടം. എങ്ങനെയുണ്ട് ചേച്ചി മൂവി? എങ്ങനെയുണ്ട് പടം? അടിപൊളി അടിപൊളി സൂപ്പർ. എങ്ങനെയുണ്ട് പടം? ആ സിനിമ വിജയിക്കും. കാരണം ബേസിൽ ഒരു പുള്ളി ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഏത് പടത്തിലും പുള്ളിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ തന്നെയാണ് സൗബിൻ സാഹിറും. ഏത് പടം എടുക്കുകയാണെങ്കിലും അഭിനയ സാധ്യതയുള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കില്ല. മറ്റുള്ള നടന്മാരെ പോലൊന്നും ഒന്നും നോക്കുന്നില്ല. ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ്. പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തതല്ല എന്നെ എല്ലാവരും ചതിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തെ ഒക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട്, അഭിനയ സാധ്യതയുള്ള ഇതാണ്, റോളാണ്. അടിപൊളി പടമാണ്, നല്ല ക്രൈം ത്രില്ലറാണ്, നല്ല സംവിധാനമൊക്കെ നന്നായിട്ടുണ്ട്, നല്ല കോമഡി മൂഡിലാണ്. ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ് ഇതിന്റെ വർക്ക്. വീട്ടിലായിട്ടുണ്ട് പെർഫോമൻസ് നോക്കേണ്ട ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ്. മറ്റേ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്ത് ചാന്ദിനി ചെയ്തിരിക്കുന്ന റോള് കിട്ടില്ല റോള് ഒന്നും പറയാൻ ഫുൾ മൂവി എന്ന് വെച്ചാൽ അടിപൊളി. ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ലാഗോ ഒന്നും തോന്നിയില്ല, കണ്ണ് മിഴിച്ച് തന്നെ ഇരിക്കും. കിടിലം പടം കേട്ടോ. പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് 5 അഭിനയ മെയിൻ ആക്ടേഴ്സ്, ബാക്കി എല്ലാം ജൂനിയർ ആർട്ടിസ്റ്റ്. അവരൊക്കെ ചെയ്യുന്ന പെർഫോമൻസ് നോക്കണം. ഇൻട്രോയിൽ വരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വിരളി കലക്കും അവർ കിടന്നു. കിടിലം പടം കേട്ടോ. മസ്റ്റ് വാച്ച് തിയേറ്റർ.
അത് വീട്ടിൽ തന്നെ കണ്ടാലും അതിന്റെ എഡിറ്റിങ്ങിന്റെയും സൗണ്ടിന്റെയും ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാം ചെമ്പനെ കലക്കിയിട്ടുണ്ട്. സൗബിനെ എല്ലാവരും കിടിലും പടം.